ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് CSS ഉപയോഗിച്ചത് 2D ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് CSS ഉപയോഗിച്ച് എങ്ങനെ 3D ട്രാൻസ്ഫോംസ് നിർമ്മിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, 3D ട്രാൻസ്ഫോം ഫെസിലിറ്റി എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മൂവ് എലമെന്റ് എക്സ് ആക്സിസ്, അതേപോലെ വൈ ആക്സിസ്, അതേപോലെ സെഡ് ആക്സിസ്. ഈ എക്സ് ആക്സിസിനും അതേപോലെ വൈ ആക്സിസിനും അതേപോലെ തന്നെ സെഡ് ആക്സിസിനും അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വെബ് പേജിലെ പല കണ്ടന്റുകളെയും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ് 3D ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്. അപ്പോൾ 3D ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് തന്നെയാണ് ഈ വർക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഒരു 2 ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഡിവിന് നമ്മൾ നോർമൽ ഡിവ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഡിവിന് നമ്മൾ ക്ലാസ് നെയിം എ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒന്നാമത്തെ ഡിവിന് നമുക്ക് എന്തൊക്കെയാണോ CSS വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ഡിവ് എന്ന് പറയുമ്പോൾ ഈ 2 ഡിവിനും ഇതേ CSS തന്നെ ആയിരിക്കും വരിക, കാരണം നമ്മൾ ഈ ഡിവിൻ്റെ എലമെൻ്റ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ 300 പിക്സൽ ചേർത്ത് കൊടുത്തു, അതേപോലെ ഹൈറ്റ് നമ്മൾ 100 പിക്സൽ ചേർത്ത് കൊടുത്തു. ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു കളർ ചേർത്ത് കൊടുത്തു, അതേപോലെ ഇതിൻ്റെ ബോർഡറിന് എന്തൊക്കെ സ്റ്റൈലുകളാണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഒരു പിക്സൽ തിക്നെസ്സും സോളിഡ് ലൈൻസും അതേപോലെ തന്നെ കളർ എന്നുള്ളത് ബ്ലാക്ക് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഡിവിനാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള CSS ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെ CSS നമുക്ക് 3D ട്രാൻസ്ഫോർമേഷന് വേണ്ടി ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, 2 എണ്ണമാണ് വരുന്നത്. നമുക്ക് സഫാരിക്കാണെങ്കിൽ സെപ്പറേറ്റ് ഒന്നും, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് സിൻടാക്സ്, അതായത് സഫാരി ഒഴികെ എല്ലാ എല്ലാ ബ്രൗസേഴ്സിനും ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡുമാണ്. അപ്പോൾ നമ്മൾ ഇതിന് ട്രാൻസ്ഫോം ചേർത്ത് കൊടുക്കാൻ ഇവിടെ വന്ന് ട്രാൻസ്ഫോം എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് റൊട്ടേറ്റ് എക്സ് എന്ന് ചേർത്ത് കൊടുക്കുക. റൊട്ടേറ്റ് എക്സ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ 3D റൊട്ടേറ്റ് എക്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എക്സ് ആക്സിസ് റൊട്ടേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് റൊട്ടേറ്റ് എക്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിന് നമുക്ക് എത്ര ഡിഗ്രിയാണ് ചെരിയേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 150 ഡിഗ്രി ചെരിയണം എന്ന മെത്തേഡാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാനൊന്ന് സേവ് ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ്. നേരത്തെ ഹലോ എന്നുള്ളത് നമുക്കിതിന് മുകളിലും, അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ കൊടുത്ത ടെക്സ്റ്റിനെ നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ആയിട്ടായിരിക്കും നമുക്ക്, അതായത് നേരെ തിരിഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ഇത്തരത്തിൽ എക്സ് ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് റൊട്ടേറ്റ് വൈ, അതായത് വൈ ആക്സിസ് മെത്തേഡാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ്, ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു മാറ്റം നമുക്കിവിടെ ഇതിലൊന്നും മാറ്റം വരുത്തിയാൽ മതി, ബാക്കിയെല്ലാം അതേ രൂപത്തിൽ തന്നെയാണ്. അതായത് 2 ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഡിവിൻ്റെ ക്ലാസ് നെയിം എ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഡിവിന് നമുക്ക് എന്തൊക്കെ സ്റ്റൈലുകളാണോ വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് റൊട്ടേറ്റ് വൈ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എത്ര വൈ ആക്സിസ് റൊട്ടേഷൻ എത്ര വരണം എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ 150 ഡിഗ്രി എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 150 ഡിഗ്രി എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സേവ് ചെയ്തു. ഓക്കെ, ഇതൊന്ന് നമ്മളിവിടെ സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ 150 ഡിഗ്രി വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. നമ്മൾ കൊടുത്ത ഡാറ്റ നമുക്ക് ഈ രൂപത്തിൽ, അതായത് ഇവിടെ ഇങ്ങോട്ടായിട്ട് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 3D റൊട്ടേറ്റ് സെഡ് മെത്തേഡാണ്. എക്സ് ആക്സിസ് റൊട്ടേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ കോഡ് തന്നെയാണ്. 2 ഡിവ്, അതേപോലെ തന്നെ രണ്ടാമത്തെ ഡിവിന് എ എന്നുള്ള ക്ലാസ് നെയിം കൊടുത്തു. ഒന്നാമത്തെ ഡിവിന് 2 ഡിവിഷൻസ് ആവശ്യമായിട്ടുള്ള CSS സ്റ്റൈലുകളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ ഡിവിന് നമുക്ക് സെഡ് ആക്സിസ് റൊട്ടേഷൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ട്രാൻസ്ഫോം എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് റൊട്ടേറ്റ്
സെഡ് എന്ന് ചേർത്ത് കൊടുക്കുക. എത്ര ആംഗിളിലാണോ നമുക്കിത് ചെരിയേണ്ടത് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ വന്ന് 90 ഡിഗ്രി ചെരിയുന്ന രൂപത്തിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രി എന്ന് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ CSS 3D ട്രാൻസ്ഫോം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.